5ാമത് സ്വാതന്ത്ര്യദിന ചടങ്ങ് നമ്മുടെ സെൻറ് മേരീസ് ഹൈസ്കൂൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ ആദ്യ ഭാഗമായ രീതിയിൽ പ്രായഘോഷകർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിച്ച് വേദിയിലേക്ക് ക്ഷണിക്കും. Flag, the flag, salute. जय हे भारत भाग्य विधाता, पंजाब सिंधु गुजरात मराठा द्राविड उत्कल गंगा, हिमाचल यमुना गंगा उच्चल जलधि तरंगा, तब शुभ माने जाहे, तब शुभ आशीष माहे, गाहे तव जय गाथा, जय गण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे. പ്രതിജ്ഞയാണ്. വലുതായി മുന്നോട്ട് നീട്ടി പ്രതിജ്ഞ ചെല്ലുന്നത്. സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണ്ണവും വൈവിധ്യപൂർണമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും നാട്ടുകാരുടെയും ക്ഷേമത്തിനും പ്രയത്നിക്കും. നമ്മുടെ സ്വാതന്ത്ര്യദിനം ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂൾ മാസ്റ്റർ തമ്പി സാറിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രാവിലെ നല്ല മൂഡിലാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, അല്ലെങ്കിൽ പണി പറയും. ഉറക്കമായിട്ടാണെങ്കിൽ പോയി യോഗത്തിന്റെ അധ്യക്ഷം വഹിക്കുന്ന അത് ആ മയക്കിന്റെ കൂട്ടിപ്പിടിച്ചാണ് കുറെ അവിടെ ഇരുന്ന് നമ്മുടെ മാനേജർ ജീവച്ച ഇന്ന് കഴിഞ്ഞ SLC പരീക്ഷയിൽ നമുക്ക് 100% വിജയം ഉണ്ടായിരുന്നു. 31 കുട്ടികൾ പരീക്ഷ എഴുതി. 31 കുട്ടികളും ഉയർന്ന ഗ്രേഡിൽ തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. 6 കുട്ടികൾ ഫുൾ A+ വാങ്ങിയിട്ടുള്ള കുട്ടികളുണ്ട്. അവരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ആയിട്ടുള്ളവരോട് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ കൂടുതൽ ആൾക്കാർക്ക് വരണമെന്നും പങ്കെടുക്കണമെന്നും ഒക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത്ര ഒരു ചടങ്ങ് നമുക്ക് അനുവദനീയമല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെറിയ തോതിൽ എന്നാൽ ഗംഭീരമായിട്ട് തന്നെ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ളവരുണ്ട്, ഓഫീസ് സ്റ്റാഫുണ്ട്, പേരൻസ് വന്നിട്ടുണ്ട്, കുട്ടികളെല്ലാം ഉണ്ട്. അവരെ ഞാൻ
ഈ ഒരു അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ത്യയുടെ ഇത് 75ാം സ്വാതന്ത്ര്യത്തിലേക്ക് വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനം ജൂബിലിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്നത്തെ പത്രം എനിക്ക് അധികം നേരം വായിക്കാനുള്ള സമയം കിട്ടിയില്ല. നോക്കിയാൽ അറിയാം ഏതെല്ലാം കാര്യങ്ങളിൽ ഇന്ത്യ ഇന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം മുൻപന്തിയിൽ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം. അതായത് പൈലറ്റുമാരുടെ കണക്ക് വരെ ഇത്ര ശതമാനം വനിതാ പൈലറ്റ് ഉണ്ട്. പിന്നെ കാർഷിക രംഗത്ത് സ്വന്തമായിട്ട് അണുവായുധം പ്രയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ വായിക്കാൻ സമയം കിട്ടിയില്ല. അതെല്ലാം പ്രഖ്യാപിച്ച് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു വന്നതാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അത്ര വലിയൊരു കുതിപ്പ് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രശ്നങ്ങളില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നും പ്രശ്നങ്ങൾ തന്നെ ഉണ്ട് നമുക്ക്. അത് സംസ്ഥാനങ്ങളിലാണെങ്കിലും സംസ്ഥാനങ്ങൾ തമ്മിലാണെങ്കിലും ഇന്ത്യ രാജ്യത്താണെങ്കിലും വലിയ പ്രശ്നങ്ങളുണ്ട്. ഇതിനെല്ലാം ഈ പ്രശ്നങ്ങളെല്ലാം അധികരിക്കുന്ന വേറൊരു പ്രശ്നമാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന മാനവരാശിയെ തന്നെ എന്താ പറയാ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറ്റിയ ഓരോരുത്തരെയും ഓരോ ഇതിലേക്ക് സമൂഹത്തിൽ നിന്നും പിന്നെ ഏകമായ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയിട്ടുള്ള ഒരു മഹാമാരി കോവിഡ് എന്ന് പറയുന്ന വലിയൊരു ദുരന്തത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഓരോ സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ എത്ര പേര് ഭൂമിയിൽ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് പോലും നമുക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. ഇതിന്റെ കാരണം എന്താണ്, എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിനെ നമുക്കിപ്പം അതിൽ പറയാൻ കഴിയുന്നില്ല. പിന്നെ ഇക്കണോമിക്സിൽ ഒരു കാര്യം, തത്വശാസ്ത്രത്തിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, മാൽട്യൂഷൻ തിയറി ഓഫ് പോപ്പുലേഷൻ എന്ന് പറയും. അതിൻ്റെ അകത്ത് ഭൂമിയിലെ ജനസംഖ്യ പെരുകി കഴിഞ്ഞാൽ അത് ഏത് വർഗമാണ്, ജീവിവർഗം ഏതാണെങ്കിലും വേണ്ടില്ല, ഒരു പരിധി കവിഞ്ഞ് ഭൂമിക്ക് താങ്ങാൻ പറ്റാതെ ആകുമ്പോൾ പ്രകൃതി തന്നെ ഏതെങ്കിലും പോലുള്ള പ്രളയം പോലെയോ രോഗങ്ങളായിട്ടോ പകർച്ചവ്യാധികളായിട്ടോ അല്ലെങ്കിൽ ഭൂകമ്പം ഇങ്ങനെയുള്ള ഏതെങ്കിലും പോലുള്ള പ്രകൃതി തന്നെ ഇതിനെ ഒരു പ്രതിരോധിച്ചിട്ട് ഇത്തരം പിന്നെ ജനപ്പെരുപ്പത്തെ അതുകൊണ്ട് ജീവസമൂഹത്തെ ഏതിനും വരാതെ നിയന്ത്രിച്ച് കളയുമെന്നൊക്കെ ഒരു ഇക്കണോമിക്സിനെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കത് പറയാൻ പറ്റില്ല എന്ത് കാര്യം കൊണ്ടാണ് ഇങ്ങനെ വലിയൊരു ദുരന്തം നടന്നിരിക്കുന്നതെന്ന് അറിയാം. നമുക്ക് അതിന്റെ കാരണത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. പക്ഷെ വൻ ദുരന്തമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അപ്പൊ എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു കൂട്ടായ ശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വാക്സിൻ എത്തി. വാക്സിനേഷന്റെ ഒരു എത്രത്തോളം ആണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ടില്ല. എങ്കിലും പിന്നെ നമ്മൾ കൂട്ടത്തോടെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്താണെങ്കിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ നന്നായിട്ട് അവർ അതിജീവിച്ചു കഴിഞ്ഞു. പക്ഷേ അവർക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന വലിയൊരു സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ച് 3 നൂറ്റാണ്ടോളം വിദേശീയൻ അവര് കച്ചവടത്തിന് വന്നവരായിരുന്നു. കച്ചവടത്തിന് വന്നതിന് ശേഷം അവർ നമ്മുടെ കോളനിയാക്കി മാറ്റി. നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിരിക്കുന്ന ഒരു കാര്യം ആയിരുന്നു, കച്ചവടത്തിന് വന്നവര് ഭരണവും കൂടി അവർ ഏറ്റെടുത്തു. മാത്രമല്ല അവർ ഉത്പാദിപ്പിക്കുന്ന പല വസ്തുക്കളും നമ്മുടെ അസംസ്കൃത സാധനങ്ങൾ കൊണ്ട് ഉത്പാദിപ്പിക്കുന്ന പല വസ്തുക്കളും നമുക്ക് തന്നെ നിന്ന് വിപണിയാക്കി മാറ്റി നമ്മളോട് കാശ് വാങ്ങി. പുകവലിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളതാണ്. സായിപ്പന്മാരൊക്കെ വന്നിട്ട് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ തമാശയ്ക്ക് ഓരോന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അവനെ വലിക്കും. അതിനകത്ത് പ്രത്യേക ചെലവും കാശും ഒന്നുമില്ല. പിന്നീട് അവനത് നിർബന്ധമായിട്ടും വേണം, കാരണം അവനൊരു അഡിക്ഷനിലേക്ക് മാറി. പിന്നെ അവന് കിട്ടണം. പിന്നെ ഇവനിത് ഉത്പാദിപ്പിക്കുന്നു, ഇന്ത്യ അടുത്ത വിപണിയായിട്ട് കണ്ടെത്തുന്നു. അപ്പൊ ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ ഇതിന്റെ പോസിറ്റീവ് സൈഡും പറയണം. നെഗറ്റീവ് മാത്രമാണ് പലപ്പോഴും സ്വാതന്ത്ര്യ സമരങ്ങളിലൊക്കെ പിന്നെ നടന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോഴും വന്നതുകൊണ്ട് നമുക്ക് റെയിൽവേ ഉൾപ്പെടെ പോസ്റ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള ഒത്തിരി സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് അവർ ഏർപ്പാടാക്കി തന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ലൈറ്റ് ഹൗസുകളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അവർ നിർമ്മിച്ച പാലങ്ങളും ലൈറ്റ് ഹൗസും ഉണ്ട്. ഇതുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് വലിയൊരു കാര്യമായിരുന്നു. ഒത്തിരി ആൾക്കാർക്ക് ജീവ നഷ്ടം വന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. എങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് നമുക്ക് വലിയൊരു ജനസംഖ്യ ഉള്ളത് കൊണ്ട് നമുക്കിതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ നമുക്ക് നല്ല വിഭവം ഉള്ളത് കൊണ്ട് നമുക്ക് അതിജീവിക്കാൻ സാധിച്ചു. പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നല്ല രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനും എല്ലാം കഴിയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കൂട്ടായ ശ്രമം അതിനകത്ത് കുറെ വിഭാഗീയതയെല്ലാം പല തോതിലും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒത്തിരി വർദ്ധിച്ചു വരുന്നതൊക്കെ നമ്മുടെ ഇത്തരത്തിലുള്ള സാമൂഹികമായിട്ട് നിലനിൽപ്പിനെ ബാധിക്കുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അവിടെയാണ് നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. അത് രാഷ്ട്രീയ കക്ഷികളാണെങ്കിലും മതങ്ങളാണെങ്കിലും പറയുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് അതിൻ്റെ അകത്ത് വക തിരിച്ചറിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരികൾക്കിടയിലൂടെ വായിച്ച് എടുക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. അതാണ് കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ വിദ്യാഭ്യാസം നേടിക്കഴിയുമ്പോൾ ഇതിനപ്പുറത്തേക്ക് ഒരു പത്രം ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചാൽ അന്ന് നിങ്ങൾ 4 പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ 4 കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ ഇടയിൽ നിന്ന് വേണം നമുക്കിത് സത്യത്തിൽ എന്താണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ. ആ കഴിവ് വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്കാണ് കൂടുതൽ കിട്ടുക. മറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പറ്റാറുമാണെന്ന് പറയുന്ന ആൾക്കാർ അറിവില്ലാത്ത ആൾക്കാർ പല അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുനടക്കാൻ വേണ്ടിയാവും. അങ്ങനെയുള്ള സമയങ്ങളിലാണ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് മാറി നിൽക്കാനും കൂടെ നിൽക്കാനും ഒക്കെ നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള സുധീം അച്ഛൻ, അച്ഛൻ ഇപ്പം 8:45 ഒരു കുർബാനയൊക്കെ ഉണ്ട്. രാവിലെ എനിക്കൊന്ന് 2 കുർബാന കണ്ട് കഴിഞ്ഞതാണ് തോന്നുന്നത്. അപ്പം പിന്നെ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതകൾ കൂടിയുള്ള ദിവസമാണ്. മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളും.
അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അച്ഛനെ തിരക്കുകളാണെങ്കിലും നമ്മൾ സമയം വെച്ച് തീരുമാനമെടുത്ത് അച്ഛൻ വളരെ സന്തോഷത്തോടെ ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമുക്ക് പിന്നെ പ്രതിനിധികളായിട്ട് വന്നിട്ടുള്ള, അതായത് പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ളവർ ഇവർക്ക് മെമന്റോ നൽകുന്നതിന് വേണ്ടിയിട്ട്, ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അവര് ഇപ്പം 4-5 പേര് ഇവിടെ ഉണ്ട്. അതിപ്പോൾ നമ്മുടെ സ്റ്റേജിലുള്ളത് ലളിതക്കണ്ട ഷാജിമിന്റെ മാജൂഷുമാണ്. ഇവർ രണ്ടുപേരും വളരെ പിന്നെ സന്തോഷത്തോടു കൂടിയാണ് വന്നത്. കാരണം ഇവിടെ വന്ന് പഠിച്ചു പോയി കഴിയുമ്പോൾ നമുക്ക് അത് ഒരു വൈകാരികമായ ഒരു ഭാവം നമുക്ക് നിലനിൽക്കും. നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ അതിൽ പോകുമ്പോഴൊക്കെ നമുക്ക് ഓർമ്മകൾ എപ്പോഴും വരും. അതാണ് ഇതിന്റെ പ്രത്യേകത. അത് ഏതവരും അതെ, സ്കൂളിൽ വന്ന് പഠിച്ച് പിന്നെ പഠിച്ച് ഒരു കുറെ കാലം നിന്ന് അനുഭവങ്ങൾ അവന്റെ മനസ്സിനോട് എപ്പോഴും കടന്നു. അത് എവിടെയാണെങ്കിലും, ഏത് സ്കൂളാണെങ്കിലും, ഏത് കോളേജാണെങ്കിലും നമുക്ക് അങ്ങോട്ട് ചിന്ത, നമ്മൾ ബസ്സിൽ പോയാലും നമുക്കുണ്ടാകും. ഇവിടെ ഞാൻ കുറെ നാളുണ്ടായത്, ഇവിടെ പഠിച്ചാണ്, അല്ല അവിടെ ബസ് കാത്തു നിന്നാണ് എന്നൊക്കെ പറയുന്ന ചിന്തകൾ, അന്ന് കാണിച്ച പോലെ കുസൃതി തരങ്ങൾ, ഇതെല്ലാം. അപ്പൊ ഇതൊക്കെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഇവർ ഓർത്തിരുന്ന ഈ കുട്ടികളെ ഇതുപോലെ ഒരു ആദരവ് കൊടുക്കണമെന്ന്. അപ്പൊ അവരെ ഈ ഇവർ എടുത്ത തീരുമാനത്തിനെയാണ് ഞാൻ ഇവരോട് സ്നേഹത്തോടെ ഇവരെ കാണുകയാണ്. ഓരോരുത്തർക്കും ഞാൻ ഇവർ വന്നതിന് നന്ദി പറയാൻ കൂടി ഒരു അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇവരെ രണ്ടുപേരെയും ഞാൻ സ്നേഹത്തോട് കൂടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടെ സുഹൃത്തുക്കളോടെ രണ്ടുപേരുണ്ട്. അവരും പിന്നെ ഇതിന്റെ പ്രവർത്തകരായിട്ട് തന്നെ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. മാത്രമല്ല ഒത്തിരി ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അറേഞ്ച് ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ വിശിഷ്ടാതിഥികൾ, ഇവിടെ ഇന്നത്തെ വിശിഷ്ടാതിഥികൾ എന്ന് നമുക്ക് പറയാം, എല്ലാ ഫുൾ A+ മേടിച്ച കുട്ടികളാണ്. അവർ നല്ല കഠിനാധ്വാനത്തിലൂടെ തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമുക്ക് 31 കുട്ടികളുണ്ടായിട്ട് ഇവര് 6 പേർക്ക് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഊതിപ്പെരിപ്പിച്ച റിസൾട്ട് ഒന്നുമല്ല, ഇത് നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന വേറെ ഉണ്ട് ഒരു 3 കുട്ടികൾക്ക് 9 A+ അവർക്ക് കിട്ടിയിട്ടുണ്ട്. 9 A+. അപ്പൊ ഇവരൊന്നും മോശക്കാരായിട്ടല്ല. അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ പരീക്ഷയുടെ സമയത്ത് പത്രത്തിൽ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടാകും, കുറെ ട്രോളുകളൊക്കെ വല്ലാതെ മാർക്ക് കൊടുക്കാറുണ്ടാകും. അപ്പൊ അത് സംഭവം ഇതാണ്, 40 മാർക്കിന്റെ പരീക്ഷയ്ക്ക് 80 മാർക്കിന്റെ ചോദ്യം കൊടുക്കും. ഓപ്ഷൻ അല്ല, ഏത് വേണമെങ്കിലും എഴുതാൻ വയ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉള്ളൊരു പ്രത്യേകത ഇതാണ്, 80 മാർക്ക് വരെ മേടിച്ച കുട്ടികളെ ചിലപ്പോൾ കാണും. അപ്പം പിന്നെ 32 മാർക്ക് കിട്ടിയ കുട്ടിക്ക് A+ ആണ്, 80 മാർക്ക് മേടിച്ച കുട്ടിക്കും A+ ആണ്. അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നില്ല. പക്ഷെ ഇവർ എഴുതിയിട്ടാണ് മാർക്ക് മേടിച്ചെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ പകുതിയിലധികം അല്ല, അതിനപ്പുറത്തേക്ക് കിട്ടണമെങ്കിൽ പിന്നെ അതേപോലെ കഠിനാധ്വാനം ചെയ്തൊരു സാഹചര്യം ഉണ്ടാകും. പിന്നെ ഈ വർഷം ഗ്രേസ് മാർക്ക് എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലായിരുന്നു. അപ്പൊ അതല്ലാതെ അപ്പൊ അതുകൊണ്ട് കുട്ടികൾ ശരിക്കും നമ്മൾ എഴുതി തന്നെ മേടിച്ചാൽ നമുക്കറിയാമല്ലോ, നമ്മൾ കുട്ടികളെ ഇങ്ങനെ ഒന്ന് പിന്നെ സ്റ്റാൻഡേർഡ് പഠനത്തിന്റെ ഒരു ലെവൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ A+ കിട്ടാനുള്ള എത്ര കുട്ടികളുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 വിഷയത്തിൽ നഷ്ടപ്പെടാൻ സാധ്യത, അതൊക്കെ കൃത്യമായി നമുക്ക് കണക്കുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഈ കുട്ടികളെല്ലാം കറക്റ്റായിട്ട് അല്ലാതെ ജയിച്ചു വന്നൊരു ഒറ്റ കുട്ടി പോലും കൂടി ഇരിക്കുന്നില്ല. നമുക്ക് തീർച്ചയായിട്ടും, കാരണം അത്ര കുട്ടികളല്ലേ ഇവിടെ ഉള്ളൂ. അപ്പൊ ഇവരെ ഞാൻ സ്നേഹത്തോടു കൂടി ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ അധ്യാപകർ വന്നിട്ടുണ്ട്, ഓഫീസിലെ സ്റ്റാഫ് അവരുണ്ട്. അതുപോലെ തന്നെ പിന്നെ രക്ഷിതാവ് ഫ്രണ്ട്സ് അവിടെ നിൽക്കുന്നുണ്ട്. രക്ഷിതാക്കളുടെ ഭാഗത്ത് ഒരാൾ മാത്രമേ, കാരണം നമുക്കൊക്കെ സാഹചര്യമാണ്. ഇവരെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനത്തിന്റെ മംഗളങ്ങളെല്ലാം ആശംസിക്കുന്നു. അച്ഛന് ഞാൻ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ, അധ്യാപകരെ, സ്കൂളിലെ സ്റ്റാഫുകളെ, യൂണിയൻ ഭാരവാഹികളെ, അഭിനന്ദനങ്ങളെ, പ്രിയ കുട്ടികളെ, വലിയ സന്തോഷത്തോടെയാണ് ഈ മൈക്ക് കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നത്. ഒന്ന്, പല കാരണങ്ങളുണ്ട്. സാറ് അല്പം മുമ്പ് പറഞ്ഞു വെച്ച ഒരു കാര്യം, വളരെ ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നിയത്, ഇവർ ഇത്രയും കുട്ടികൾക്ക് ഇത്രയും മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്യുന്നത് വാസ്തവത്തിൽ നമ്മുടെ അധ്യാപകരാണ്. എത്രമാത്രം ഇവര് കുട്ടികളെ ഫോളോ അപ്പ് ചെയ്തു എന്നുള്ള കാര്യം മാനേജറായ എന്നോട് പലപ്പോഴും പറയും. അച്ഛാ, ഞങ്ങൾ ഒരു കൊച്ചിന് വേണ്ടി അങ്ങ് തോട്ടപ്പുട്ടിയുടെ മുകളിൽ പോയി, അതുപോലെ അങ്ങ് താഴെ എല്ലാ കോളനികളിലും ഇവർ പോകുന്നു. അധ്യാപകര് ഇങ്ങനെ കാറിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നെല്ലാം ഞാൻ നേരിട്ട് കണ്ടതാണ്. അതുപോലെ എന്നാൽ പലപ്പോഴും കുട്ടികളൊക്കെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നെഗറ്റീവായിട്ട് പ്രതികരിച്ചപ്പോഴും ഇവര് അതുപോലെ കഠിനാധ്വാനം ചെയ്തെന്നുള്ളതാണ്. വാസ്തവത്തിന് കോവിഡിന്റെ കാലഘട്ടം വന്നപ്പോൾ അധ്യാപകർക്ക് കുട്ടികളുടെ ഒരു 5 ഇരട്ടിയെങ്കിലും ജോലിമാനം വന്നെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഈ പ്രതികൂല സാഹചര്യങ്ങളിലും വളരെ മനോഹരമായി ഈ കുഞ്ഞുമക്കൾ നല്ലൊരു റിസൾട്ട് മേടിച്ചു എന്നുള്ളതാണ് സാറ് സൂചിപ്പിച്ചത് സത്യമാണ്. ഇത് വെറും ഒരു അവസരമോ വാരിക്കൊലി കൊടുത്ത മാർക്കല്ലെന്നുള്ള കാര്യം അറിയാം. ഇതിൽ എനിക്ക് തോന്നുന്നു ഒരാളൊഴികെ എല്ലാവരുടെയും തന്നെയായിട്ട് ഞാനും പഠനമായിട്ട് ബന്ധപ്പെട്ടിരുന്നതുകൊണ്ട് എനിക്കറിയാം ഇവരൊക്കെ കഠിനാധ്വാനം ചെയ്ത കുട്ടികൾ തന്നെയാണ്. അങ്ങനെയാണ് ഈ റിസൾട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവരുടെ വർക്ക് ബുക്കുകളും പലതും ഞാൻ ശ്രദ്ധിച്ചിരുന്നുകൊണ്ട് അറിയാം. അധ്വാനിച്ചിട്ടുണ്ട്, നന്നായി പഠിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേക സാറ് പറഞ്ഞല്ലോ, ഒരു ഗ്രേസ് മാർക്കോ അങ്ങനെ ഒന്നും, പലർക്കും പല ഓപ്ഷൻസ് ഉണ്ട് A+ കുതിക്കാൻ വേണ്ടി. ഇപ്രാവശ്യം അതൊന്നും ഇല്ലായിരുന്നു.
അതില്ലാതെ പിന്നെ 80 മാർക്ക് സാറൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അത് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ അങ്ങനെ വന്നാൽ അത് കണക്കാക്കുമ്പോൾ ശരിക്കും കിട്ടുകയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഈ കുട്ടികള് കൂടുതൽ അധ്വാനിച്ചു, പണ്ടത്തേക്കാൾ കൂടുതൽ അധ്വാനിച്ചിട്ടാണ് ഈ മാർക്ക് മേടിച്ചത് എനിക്കും അറിയാം. അപ്പോൾ ഞാൻ കുഞ്ഞുമക്കളെ ആദ്യം എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ ഇന്ന് നമ്മൾക്കറിയാം, ഇന്നിവിടെ പെട്ടെന്ന് നമ്മൾ തട്ടിക്കൂട്ടിയ ഒരു യോഗമാണെങ്കിലും ഈ റീയൂണിയന്റെ ഭാരവാഹി എന്നെ കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചു. ഉടനെ തന്നെ ഹെഡ് മാസ്റ്റർ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു നമ്മുടെ കുട്ടികളെ എന്തായാലും നമുക്ക് അഭിനന്ദിക്കണം എന്ന് പറഞ്ഞു. പള്ളിക്ക് പോലും സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം. അത് ചെറിയൊരു സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് അവിടെ അങ്ങനെ ക്രമീകരിക്കാൻ പറ്റാതെ പോയിരുന്നത്, അല്ലെങ്കിൽ വിവാദമാകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. പക്ഷേ നമ്മുടെ സ്കൂളിൽ നിന്ന് അതെല്ലാം നൽകുമ്പോൾ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. അതിന് പ്രധാന കാരണമായത് നമ്മുടെ ഈ പഴയ ഈ സ്കൂളിലെ സ്റ്റുഡൻസിന്റെ അവരുടെ നേതൃത്വമാണ്. അവരാണ് അതെല്ലാം ക്രമീകരിച്ചത്. ഞാൻ അഭിമാനത്തിൽ ഓർക്കുന്നു. അവർക്കെല്ലാം ഞാൻ പ്രത്യേക അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ ഈ സ്വാതന്ത്ര്യ ദിനവുമായിട്ട് നമ്മൾ ചെറുതായിട്ടാണ് ആഘോഷിക്കുന്നെങ്കിലും ഞാൻ ഒരു കാര്യം, സാറ് അതിനെല്ലാം നല്ല മനോഹരമായ ആമുഖമെല്ലാം ഇട്ടു. എങ്കിലും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഞാൻ പങ്കെടുത്ത ഒരു ചേട്ടത്തി കോടഞ്ചേരിക്കാരിയാണ്. അപ്പോ ചേട്ടത്തി മരിച്ചിട്ടൊന്നുമില്ല, ഇപ്പോഴും ഉണ്ട്. ഏതായാലും ആ ചേട്ടത്തിന്റെ അടുത്ത് ഏതൊരു കാര്യത്തിന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോ ചേട്ടത്തി ജയിലിൽ കിടന്ന കാര്യം മതി. ഇപ്പോഴായിട്ടല്ല, പണ്ട് കാലത്ത് നല്ലൊരു ഉയർന്നൊരു രാഷ്ട്രീയ പ്രവർത്തകയ്ക്കായിരുന്നു അന്ന്. ജയിലിൽ കിടന്ന കാര്യമൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ചേട്ടത്തി ഇങ്ങനെ കുനിഞ്ഞു നിന്നിട്ട് പറയാണ്, എവിടെയാ സ്വാതന്ത്ര്യം ഇപ്പൊ? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ എന്താ? അതിന്ന് സാറ് പറഞ്ഞ പോലെ പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ഗാന്ധിജി പഠിപ്പിച്ചത് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എവിടെ സത്യം നിലനിൽക്കുന്നോ അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പൊ ഞാനത് നമുക്ക് കേൾക്കുമ്പോൾ അത് എത്ര സിമ്പിളായിട്ട് തോന്നും ഈ വാക്കിന്റെ അർത്ഥമൊക്കെ. പക്ഷെ ഗാന്ധിജിയുടെ തന്നെ ഗാന്ധിസം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഞാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഗാന്ധിസത്തിന് ട്രൂത്ത് എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ജീവിതമാണ്. അതാണ് യഥാർത്ഥത്തില് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതായത് നല്ല സംസ്കാരം, അവരുടെ ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി സഹജീവികളെ, മനുഷ്യനെ മാത്രമല്ല മൃഗത്തെയും പ്രകൃതിയെയും സ്നേഹിക്കാൻ പറ്റുക എന്നുള്ളതാണ് ആ ട്രൂത്ത് എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോ എനിക്ക് തോന്നി വലിയ പ്രത്യേക സാഹചര്യത്തിലൂടെ നമ്മളെല്ലാം കടന്നു പോകുന്നുണ്ട്. സാറ് പറഞ്ഞതുപോലെ പ്രകൃതി അതിന്റെ താളത്തിലേക്ക് മടങ്ങാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നു. മനുഷ്യർ സമ്മതിക്കുന്നില്ല. ഡീസലിന് വിലയും പെട്രോളിന് വിലയെല്ലാം കൂടിയപ്പോൾ നമ്മൾ ഒരു പക്ഷേ വിമർശിക്കുന്നുണ്ടാവും. ഒരു സൈഡിൽ കൂടെ നല്ല ദാരിദ്ര്യമാണ് വണ്ടി എപ്പോഴും ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം. എനിക്കൊക്കെയാണ് 10-11,000 രൂപ ഈ ഒറ്റ ഇറക്കി പോകുന്നത് ഒരു മാസം. പക്ഷെ എന്നാലും അതിന്റെ മറ്റൊരു സൈഡുണ്ട്. നമ്മൾ നോക്കുമ്പോൾ അറിയാം, പല ഇലക്ട്രിക് വാഹനങ്ങളും കുതിച്ചെത്തി വിദേശങ്ങളിലെ പോലെ തന്നെ. അതെത്തി മിക്കവാറും ഒരു 5 വർഷം കൊണ്ട് ഡീസൽ പെട്രോൾ വിപണി ഇവിടുത്തെ പൂർണ്ണമായിട്ടും തീരും. അതിന് വഴിയൊരുക്കാൻ വേണ്ടിയിട്ടും കൂടി ആയിരിക്കും ബുദ്ധിയുള്ള എക്കണോമിസ്റ്റുകൾ അതിന്റെ പിന്നില് ടാക്സ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാം. ഏതായാലും അതൊരു കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ പിടിച്ചു നിർത്താൻ സഹായകരമാകും എന്ന കാര്യം 100% ഉറപ്പാണ്. രണ്ടാമത് എന്ന് പറയുന്നത് കുട്ടികളുടെ ഈ പഠന സ്റ്റേജ് വിദേശങ്ങളിൽ പോയി നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്. അവിടെയൊക്കെ നേരത്തെ ഇതുപോലത്തെ സിസ്റ്റം ഉണ്ട്, ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. യൂണിവേഴ്സിറ്റികളെല്ലാം അങ്ങനെയാണ് ഇപ്പോഴും നടക്കുന്നത്. പക്ഷേ റിസർച്ച് ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് പഠിക്കാനുള്ള വലിയൊരു സംവിധാനം ഈ കാലഘട്ടം ഒരുക്കുന്നുള്ളത് സത്യം തന്നെയാണ്. അതിനകത്ത് കുറച്ച് കുട്ടികൾക്ക് അറിയാം, അവരെ പള്ളിയിൽ നിന്ന് പഠിപ്പിച്ചുകൊണ്ടായിരിക്കും ആ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അപ്പോ അത് ആ ലെവലിൽ നോക്കുകയാണെങ്കിൽ ശരിക്കുള്ള പണ്ഡിതന്മാരായിട്ട് ഈ കാലഘട്ടത്തിലെ അത്യാവശ്യം പഠിക്കണമെന്ന് തോന്നുന്ന എല്ലാ കുട്ടികൾക്കും അത് മാറാനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടെന്നുള്ളത് വലിയൊരു സത്യമാണ്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അറിയാണ്ട് പോയൊരു കാര്യമുണ്ട്. വലിയ സമ്പന്നരും പ്രമുഖരൊക്കെ അവരുടെ വീട്ടിലുള്ള കുട്ടികളെ സ്കൂളിൽ വിട്ടല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് ചിലപ്പോൾ ഒരു ട്യൂഷൻ മാസ്റ്ററിന് അവിടെ രജിസ്ട്രേഷൻ കൊടുക്കുമായിരിക്കും. അവരെ വീട്ടിലിരുത്തി നല്ല റൂമിലിരുത്തിയാണ് പഠിക്കുന്നത്. അവരാണ് വലിയ മനുഷ്യരായിട്ട് വലിയ എഡ്യൂക്കേഷൻ കഴിഞ്ഞ കുട്ടികളായിട്ട് അവർ പുറത്തോട്ട് ഇറങ്ങിയിട്ടുള്ളത് വലിയൊരു സത്യവും നമ്മൾ തിരിച്ചറിയണം. അത് ഇന്ന് ഗ്രാമവാസികൾ കൂടെ അതിനുള്ള വഴി ഒരുങ്ങിയെന്നുള്ളതും ഒരു സത്യം തന്നെയാണ്. പഠിക്കേണ്ടവർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ സ്കൂളിനെ കുറിച്ചും അധ്യാപകരെ കുറിച്ചും എനിക്ക് വലിയ അഭിമാനമാണ്. കാരണം ഇവിടെ നമ്മൾ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് അക്കാഡമിക് സ്കൂളിൽ എഡ്യൂക്കേഷൻ നിലവാരം കുറവാണ്. അങ്ങനെയല്ല. ചിലപ്പോൾ എന്റെ മുമ്പിൽ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ആളോടും ഇവിടെ ഇരിക്കുന്ന കുട്ടിയോട് ഞാൻ ചോദിച്ച് പറയാം, ഇവിടുന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇപ്പം നിങ്ങളോട് സമ്മതിക്കാൻ പറ്റുന്ന ഈ ഇരിക്കുന്നതിനകത്തുണ്ട്. ഞാൻ പേർക്ക് പറഞ്ഞാൽ അത് മോശമാവല്ലോ, അവർക്ക് പറയാൻ പറ്റും. ഗവൺമെന്റിന്റെ നിയമാവലി പഠിച്ച് അതിന് അപേക്ഷ കൃത്യമായിട്ട് വെക്കാനും ആ സ്കോളർഷിപ്പ് എഴുതി വരുത്തി മേടിച്ചു കൊടുത്തിയാണ് ഇംഗ്ലീഷ് സ്റ്റേജിൽ. അറിയാം, ചെറിയ പൈസയല്ല, വലിയ പൈസ, ലക്ഷത്തിന്റെ മുകളിൽ. ആരും ഇനിഷ്യേറ്റീവ് എടുത്തത്, ഞങ്ങളൊരു ഇന്ത്യ കൊടുത്തു. അതിന് വേണ്ട വെച്ച് വരുത്തി ആരും അറിയാത്ത സ്വന്തം എടുക്കല്ലേ ഇത്, മറ്റുള്ളൊരാൾക്ക് കൊടുത്തു. ഇതിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. അത് നമുക്കല്ല, വിദേശക്കാർക്ക് അത് മനസ്സിലായില്ല. അപ്പൊ ആ ഭാഷയെ കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഇവരുടെയൊക്കെ സയൻസും കാര്യം എല്ലാവരും മാത്സിന് വിഷമാണെന്നൊക്കെ പറയും.
പക്ഷെ ഇവരുടെ പല വർക്ക് ബുക്കുകളും അസൈൻമെന്റുകളും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പണ്ടത്തതിനേക്കാൾ ഒത്തിരി മുകളിലേക്ക് ഈ എഡ്യൂക്കേഷൻ വളർന്നിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ അതിനെല്ലാം ഞാൻ ഈ അവസരത്തിൽ അധ്യാപകനെ അഭിനന്ദിക്കാൻ ഒരു അവസരം വരുന്നുണ്ട് താമസിയാതെ. എങ്കിലും ഞാൻ അധ്യാപകനെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. നല്ല രീതിയിൽ ഹെഡ് മാസ്റ്റർ നേതൃത്വ സാറുമാരെല്ലാം അധ്വാനിക്കുന്നുണ്ട്. ഈ സ്കൂളിന് വേണ്ടി എന്നേക്കാൾ കൂടുതൽ അധ്വാനിക്കുന്നോണ്ടിരിക്കുന്ന അധ്യാപകർ തന്നെയാണ്. അവരാണ് എല്ലാം വിളിച്ചു പറയുകയും ക്രമീകരിക്കുകയല്ല. ഇന്നല്ലെങ്കിൽ നാളെ നല്ലൊരു അഭിമാനകരമായി ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു. ഇന്ന് അതുപോലെ റീയൂണിയൻ ഭാരവാഹികൾ നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പറയും. കാരണം ഇപ്പൊ നടത്തിയത് മാത്രമൊന്നുമില്ല, ഇതിനു മുമ്പ് കുറെ പേർക്ക് സാധനത്തിന് മൊബൈൽ ചെറിയ ടാബൊക്കെ മേടിക്കാൻ വേണ്ടി സംവിധാനം ചെയ്തു. ഈ സ്കൂളിന്റെ എന്താവശ്യം പറഞ്ഞാലും റീയൂണിയൻ മെമ്പേഴ്സ് അത് സഹായിക്കുന്നുണ്ടെന്നുള്ളത് ഹെഡ് മാസ്റ്റർ കൃത്യമായിട്ട് എന്നെ ഇൻഫോം ചെയ്യുന്നുണ്ട്. ഭാരവാഹികളും അതിന്റെ പലപ്പോഴും എന്നെ ഫോൺ വിളിച്ച് ചോദിക്കുമ്പോഴൊക്കെ അറിയുന്നുണ്ട്. എനിക്കതിന് വലിയ സന്തോഷമുണ്ട്. ചിലപ്പോൾ സാമ്പത്തിക ഒരു പ്രതിസന്ധി തന്നെയാണ് പഠിക്കുന്ന മേഖലയിൽ. അപ്പൊ നിങ്ങൾ അത് കൈത്താങ്ങാൻ പറ്റുന്നത് ചെയ്യുമ്പോൾ കുറെ കുട്ടികൾ ഉയരുന്നുണ്ട്. അത് ഉയർന്നവരും ഈ പുറകിൽ ഇരിപ്പുണ്ടെന്നുള്ളതും സത്യം തന്നെയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും എല്ലാ ഭാവങ്ങളും ആശംസകളും ഈ ദിനത്തിന്റെ മംഗളങ്ങളും എല്ലാവർക്കും ഞാൻ നേരുന്നു. അതുപോലെ രക്ഷകർത്താക്കളുടെ പദ്ധതി എന്ന് പറയുമ്പോൾ ഞാനും ഒരുമിച്ച് പഠിച്ചതാണ് 3 കൊല്ലം. ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. അത് ഞാൻ മടിയനും അത് പഠിത്തക്കാരനുമായിരുന്നു. ഒറ്റ വ്യത്യാസമുള്ളൂ, ഒരുമിച്ച് കളിച്ച 3 വർഷം, അത്ര വ്യത്യാസമുണ്ട് അതിനകത്ത്. ഞങ്ങളൊരു വാച്ചുകാരുമായിരുന്നു. അങ്ങനെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അന്ന് പ്രിൻസും ഭയങ്കര പഠിത്തക്കാരനായിരുന്നു. ചെറുതല്ല, നമുക്ക് ഇംഗ്ലീഷിൽ എന്നാന്ന് അറിയത്തില്ല. പക്ഷെ പ്രിൻസ് അന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യുമായിരുന്നു. പിന്നെ എല്ലാം ദൈവത്തിന്റെ ഒരു പദ്ധതിയാണല്ലോ. അങ്ങനെ കടന്നു പോകുന്നു. ഏതായാലും നമുക്കത് കിട്ടി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഒരു സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ വാച്ചാരിന്റെ അവിടെ കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ട്, അനുസ്മരിച്ചിട്ടുമുണ്ട്. അപ്പോൾ എല്ലാ ദൈവാനുഗ്രഹവും നിങ്ങൾക്ക് ഞാൻ ഈ തിരുനാളിനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വരുന്നു. അതോടൊപ്പം ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ 75th അതിന്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും നിർത്തുന്നു. നമ്മുടെ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളുള്ള സമ്മാനദാന ചടങ്ങാണ്. ഈ സമ്മാനദാന ചടങ്ങിൽ ആദ്യമായി നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വികാരിയസിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് ആദ്യം സ്റ്റെഫി പ്രിൻസിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തത് അതില്യ ജോർജ് കുട്ടി. അടുത്തത് അതുല്യ ജോർജ് കുട്ടി. ഈ സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ജോമോൾ ജോസഫ്. ഈ സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഷാജി കിഴക്കരക്കാട്ട് അവരുടെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അലീന ഷാജി. ഈ സമ്മാനം നൽകുന്നതിന് വേണ്ടി മഞ്ജുഷൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത സാൽവി ഫ്രാൻസിസ്. ഈ സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് ജോർജ് കുട്ടിയെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആൻമരിയ. ജനീഷിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇത് റീയൂണിയൻ ഭാരവാഹികൾ നൽകിയ സമ്മാനമാണ് ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത്. തുടർന്ന് സ്കൂൾ തലത്തിലുള്ള സമ്മാനദാനമാണ് നൽകുന്നത് ഫുള്ള് ഡ്രസ്സൊക്കെ കുട്ടികളെ. ഇത് നൽകുന്നതിന് വേണ്ടിയിട്ട് സ്റ്റെഫി ഫ്രാൻസിസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അത് കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുല്യ ജോർജ് കുട്ടി. ഇത് നൽകുന്നതിന് വേണ്ടി ജോയി സാറിനെ
ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്ത ജോമോൾ ജോസഫ്, ഇവർക്ക് ഈ അവാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രക്ഷകർത്താ പ്രതിനിധിയായിട്ടുള്ള പ്രിൻസിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തത് അലീന ഷാജി, ഈ സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നോൺ ടീച്ചിങ് സ്റ്റാഫായ നമ്മുടെ പ്രവീണിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തത് സാൽവിൻ ഫ്രാൻസിസ്, ഈ സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്ററെ വീണ്ടും വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്ത ആൻ മരിയ കെ ജെ, ഈ സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഹെഡ് മാസ്റ്റർ തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു. തുടർന്ന് ആശംസകളാണ്. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഷാജി കിഴക്കർക്കാട്ട് അവരുടെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വികാരിച്ച സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ സച്ചിൻ സാറ്, മറ്റ് സ്കൂളിലെ അധ്യാപകരും നോൺ ടീച്ചിങ് സ്റ്റാഫുമായിട്ടുള്ളവരും പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രതിനിധികളും പിന്നെ ഇന്നത്തെ താരങ്ങളായിട്ടുള്ള നമ്മളുടെ ഈ വർഷത്തെ ഫുൾ A+ മേടിച്ച കുട്ടികൾക്കും എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന അഭിവാദ്യങ്ങൾ ഈ തുടക്കത്തിൽ തന്നെ ഞാൻ നേരുകയാണ്. ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് കക്കടമ്പയിൽ സ്കൂള് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൊറോണയുടെ ഈ കാലഘട്ടത്തിൽ, ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഈ വന്ന ഒരു പ്രതിസന്ധിയെ അതിജീവിക്കുന്നത് സ്കൂളിന് വലിയൊരു പ്രതിസന്ധി അല്ലാതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് തങ്കച്ചൻ സാറിന്റെ പ്രസംഗത്തിലും അച്ഛൻ്റെ പ്രസംഗത്തിലും നമുക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ കഴിഞ്ഞതാണ്. എല്ലാ കാലത്തും 1986 ആദ്യത്തെ ബാച്ചിന് ഞാൻ പഠിച്ചിറങ്ങുന്ന സമയത്ത്, അന്ന് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ കെട്ടിടം പണിക്കുള്ള കല്ല് ചുമക്കലും മരവും ഓടും ചുമക്കലും ഒക്കെ പീഡിയപ്പാറയിൽ നിന്ന് വരെ സാധനങ്ങൾ ഞങ്ങൾ ചുമക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള പ്രതിസന്ധികളായിരുന്നെങ്കിൽ ഇന്ന് ആ പ്രതിസന്ധികളൊക്കെ നാട് പുരോഗമിച്ചതോടുകൂടി അങ്ങനത്തെ പ്രതിസന്ധി ഇല്ല. പക്ഷേ എങ്കിലും നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ സ്കൂളിന്റെ കെട്ടിടമൊക്കെ കണ്ടറിയാം, പുതിയ കെട്ടിടം പണി നടക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. എങ്കിലും അതുപോലെ നമുക്കിപ്പം എണ്ണയിൽ പറയേണ്ട കാര്യങ്ങളില്ല, നമുക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. എങ്കിലും അത് സ്കൂളിന്റെ വിജയത്തെ ഒരിക്കലും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ അധ്യാപകരായിട്ടാണെങ്കിലും സ്കൂളിന്റെ പഠനം കൈകാര്യം ചെയ്യുന്നവരാണെങ്കിലും പിന്നെ നാട്ടുകാരുടെ അടുത്തു നിന്നാണെങ്കിലും പൂർവ്വ വിദ്യാർത്ഥികൾ ഇപ്പോൾ അത് കുറച്ചു കാലമായിട്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെ അടുത്തു നിന്നാണെങ്കിലും എല്ലാം ഒരു പ്രോത്സാഹനവും പിന്തുണയും ഉള്ളത് കൊണ്ടും പിന്നെ ഇവിടുത്തെ ഈ കഠിനമായ സാഹചര്യങ്ങളിൽ ജനിച്ചു വളരുന്ന ആ ഒരു ജീവിത കളരിയിൽ നിന്ന് പരിശീലനം നേടിയ കുട്ടികൾ ആയതുകൊണ്ടും ഒക്കെ ആയിരിക്കണം ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലും മികച്ച വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായ അധ്യാപകരുടെ കഠിനമായ ഒരു പരിശ്രമത്തെക്കുറിച്ച്. അത് എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ മാത്രമൊന്നുമല്ല, എല്ലാ കാലത്തും ഇവിടുത്തെ അധ്യാപകരെ കഠിനമായ പരിശ്രമം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ആകെ ഇവിടെ നിന്നുള്ള ഒരു ഗതാഗത മാർഗം എന്ന് പറയുന്ന ഒരു പാലിജീപ്പ് മാത്രമായിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ വരുന്ന അധ്യാപകർ വരുന്നതും 4 മണിക്ക് ആ പാലിജീപ്പ് ചിലപ്പോൾ കുറച്ചു നേരം കാത്തു നിൽക്കും. എല്ലാവരും ഓടുന്നതും ആ പാലും ക്യാൻ്റെ ഒക്കെ ഇടയ്ക്ക് ഇരുന്ന് യാത്ര ചെയ്യുന്നതും. അന്ന് ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും കാര്യമായ ഒരു ഗ്രാഹ്യം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഞങ്ങൾ ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എത്രത്തോളം ത്യാഗം സഹിച്ചാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് ഇന്നും മനസ്സിൽ ഒരു ഭയങ്കര ഒരു സുഖം കിട്ടുന്ന ഒരു അനുഭവമായിട്ട്, അതായത് അത്രയും ഞങ്ങളെ സ്നേഹിക്കപ്പെട്ടിരുന്നല്ലോ. അങ്ങനെ അതൊക്കെ ഓർക്കുമ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് ഒരു പ്രത്യേകമായിട്ട് അന്നത്തെ അനുഭവങ്ങൾ മനസ്സിലുണ്ട്. അത് മാത്രമല്ല, ആ ഒരു കഠിനമായ സാഹചര്യങ്ങളിലൂടെ ജീവിച്ചു
മുന്നോട്ട് പോകാൻ കഴിഞ്ഞതുകൊണ്ട് മിക്കവാറും എല്ലാവരും തന്നെ അവരവരുടെ ജീവിത മേഖലകളിലെ ഓരോ മേഖലകൾ കണ്ടെത്താനും അതിൽ നല്ല രീതിയിൽ പ്രാവീണ്യം നേടിയവർ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ജനിച്ചു വളർന്ന ഒരു സാഹചര്യം വെച്ച് നോക്കി കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തന്നെ എന്ന് പറയാതിരിക്കാൻ വയ്യ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയും ചെയ്തു. ഇന്ന് ഇവിടെ ഈ വിജയം നേടിയിരിക്കുന്ന ഈ കുട്ടികൾക്ക് ഓരോരുത്തർക്കും അവരുടെ പൂർവികരായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള എല്ലാ ബാച്ചും നിന്നും വിജയം നേടിയവരെയും നല്ല ജീവിതം നയിക്കുന്നവരെയും മാതൃകയാക്കിക്കൊണ്ട് അവർക്ക് ജീവിതത്തിൽ നല്ല ഉന്നത വിജയം നേടാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു മഹാമാരിയുടെ കാലഘട്ടത്തിലും അവർക്ക് നല്ല രീതിയിൽ ഇപ്പോൾ സ്കൂളിലെ ഓരോ വിദ്യാർത്ഥിക്കും ഇപ്പോൾ A+ എല്ലാ A+ മേടിച്ചവർക്ക് മാത്രമല്ല ഈ സാഹചര്യത്തിലും ഈ അവസ്ഥയിൽ പോലും 100% വിജയം നേടാൻ വേണ്ടി എല്ലാ കഠിനാധ്വാനം ചെയ്ത കുട്ടികൾക്ക് അവരുടെ ആ ജീവിതത്തിൽ തീർച്ചയായിട്ടും എല്ലാ വിജയവും ഇനി നല്ലൊരു രീതിയിലേക്ക് എത്തിപ്പെടാൻ യാതൊരു തടസ്സമില്ലാത്ത രീതിയിലുള്ള ഒരു പരിശീലനം അവർക്ക് ഈ കളരിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിന് എല്ലാ ആശംസകളും ഞാൻ ഈ കുട്ടികൾക്കായി നേരുന്നവരെല്ലാ രീതിയിലും നല്ല ഉന്നത വിജയം കൈവരിച്ച് നാടിന്റെ യശസ്സും നാടിന്റെ പ്രസിദ്ധിയും എല്ലാ ലോകം മുഴുവൻ എത്തിക്കാനുള്ള ഒരു അനുഗ്രഹം അവർക്ക് ദൈവം നൽകട്ടെ എന്ന് ഈ കുട്ടികളെ ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഇന്നിവിടെ ഈ ചടങ്ങ് നടത്തുന്നതിനും ഉള്ള സാഹചര്യം ഒരുക്കിയതിനും പിന്നെ ഇവിടെ വന്ന് ഈ വേദിയിലെ ഒരു 2 വാക്ക് സംസാരിക്കുന്നതിനുള്ള അവസരം കിട്ടിയതിനും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ സന്തോഷം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. പിന്നെ ഇവിടുത്തെ അധ്യാപകരൊക്കെ മുന്നോട്ടും എല്ലാ രീതിയിലും ഇതുപോലെ തന്നെ പ്രവർത്തനം കാഴ്ചവെക്കാനും ഇനിയുള്ള ബാച്ചുകളിലും ഇതുപോലെ നമുക്ക് ഉയർന്ന വിജയം ഉണ്ടാകട്ടെ എന്നും എല്ലാ ഉയർച്ചയ്ക്കും വേണ്ടി എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ഈ 75ാം സ്വാതന്ത്ര്യ വർഷത്തിന്റെ ഒരിക്കൽ കൂടിയുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. നന്ദി. അടുത്തത് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫുൾ A+ കിട്ടിയ ആ കുട്ടികളുടെ ഭാഗത്തു നിന്നും ജോമോൾ ജോസഫിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. എല്ലാവരും പരിചയമില്ല. എൻ്റെ കൂട്ടുകാരെ നമ്മൾ 75ാം സ്വാതന്ത്ര്യം നമ്മളിവിടെ വന്നിരിക്കുകയാണ്. ഒരുപാട് പ്രതിസന്ധികളുടെ സമയത്തിലും ഞങ്ങളെ ഓർഡർ ഇങ്ങനൊരു സമ്മാനം അറേഞ്ച് ചെയ്തതിൽ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇന്ന് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രധാനമായ തിരുനാളാണ്. ഈ ഒരു അവസരത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സ്കൂളിലെ അധ്യാപകനായ ജോയ്സ് ജോസഫ് സാറിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സ്നേഹ ബഹുമാനപ്പെട്ട വേദിച്ച നമ്മുടെ ഹെഡ് മാസ്റ്റർ പഞ്ച സാറ്, യൂണിയൻ്റെ ആരാധനായ പ്രതിനിധികൾ, പ്രിയമുള്ള ഇന്നത്തെ വിശിഷ്ടാതിഥികൾ, നമ്മുടെ ഫുൾ A+ നേടിയ കുട്ടികൾ, എൻ്റെ പ്രിയമുള്ള നമ്മുടെ രക്ഷിതാക്കൾ പ്രിൻസ്, ഭാരതത്തിൻ്റെ 75ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. ഭാരതത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഒത്തിരി ആൾക്കാർ വളരെയധികം മഹാരഥന്മാരുടെ ത്യാഗത്തിന്റെ ഫലമായിട്ട് നമ്മളിന്ന് ഈ സ്വാതന്ത്ര്യം നമ്മളിന്ന് അനുഭവിക്കുന്നത്. അങ്ങനെ സാറ് പറഞ്ഞു, വിദേശികള്, ബ്രിട്ടീഷുകാര്, മറ്റുള്ള പല രാജ്യക്കാരും നമ്മളെ വന്ന് ആക്രമിക്കുകയും നമ്മളെ കച്ചവട കണ്ണോടുകൂടി വന്നവർ നമ്മളെ കീഴടക്കി, നമ്മളെ ഭരിച്ചു, നമ്മുടെ സമ്പത്ത് അവർ കൊണ്ടുപോയി മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി നമുക്ക് തിരിച്ചു തന്നു. ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടിയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നമ്മൾ
ഇന്ന് അനുഭവിക്കുന്ന പല ഗുണങ്ങളും അവരുടെയും കൂടെ സംഭാവനയാണ്. എങ്കിലും സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ചരിത്രത്തിലൊക്കെ പഠിക്കുന്നത് നമ്മുടെ രാജ്യം അതീവ ദാരിദ്ര്യത്തിലായിരുന്നു. അന്ന് മുതൽ ഇങ്ങോട്ട് നമ്മുടെ രാജ്യം വമ്പൻ കുതിച്ചുചാട്ടമാണ്. സാമ്പത്തിക രംഗത്തും സാങ്കേതിക രംഗത്തും മറ്റുള്ള എല്ലാ കാര്യങ്ങളും വമ്പൻ കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അഭിമാനിക്കാം. ഭാരതത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഒന്നാലോചിച്ച് നോക്കിയാൽ അറിയാം, കേരളത്തിൻ്റെ കാലാവസ്ഥയല്ല തമിഴ്നാട്ടിലേതല്ല കർണാടകയിൽ. അങ്ങനെ എത്ര സംസ്ഥാനങ്ങളുണ്ടോ ആ സംസ്ഥാനങ്ങൾ മുഴുവൻ ഓരോ കാലാവസ്ഥയും ജനങ്ങളുടെ വേഷവിധാനങ്ങളും കൃഷി രീതികളും ഒക്കെ വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. നാനാത്വത്തിൽ ഏകത്വം എന്ന ഒരു തത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം ഇന്ന് മുമ്പോട്ട് പോകുന്നു. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ 75 വർഷമായിട്ടും ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നമ്മൾ അതീവ ശ്രദ്ധാലുക്കളാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒപ്പം മറ്റ് പല രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നെങ്കിലും അവരൊക്കെ ഇപ്പോൾ വളരെ അവരുടെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലാണുള്ളത്. അപ്പം അങ്ങനെയുള്ള ഈ അവസരത്തിൽ നമ്മൾ എന്തുകൊണ്ടും നമ്മുടെ ഭാരതത്തെ പറ്റി നമുക്ക് അഭിമാനിക്കണം. നമ്മുടെ ഭരണകർത്താക്കളെ പറ്റി, നമ്മുടെ ഭാരതന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റിയൊക്കെ നമുക്ക് വളരെയധികം അവരെ നദിയോടെ ഓർക്കാം. അപ്പോൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ എല്ലാവർക്കും നേരുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഈ ഒപ്പം തന്നെ ഈ സ്വർഗാരോഹണ തിരുനാളിൻ്റെ ആശംസകളും ഞാൻ എല്ലാവർക്കും നേരുന്നു. മറ്റൊരു കാര്യം റീയൂണിയന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. റീയൂണിയന്റെ വ്യക്തികൾ, റീയൂണിയന്റെ പ്രതിനിധികൾ നമുക്കുണ്ട് ഇവിടെ. അവര് എല്ലാ കാര്യങ്ങളിലും കഴിഞ്ഞ വർഷമാണെങ്കിലും ഈ കോവിഡ് മഹാമാരി കാലത്ത് വിദ്യാർത്ഥികളുടെ, നമ്മുടെ കുട്ടികളുടെ പഠന പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം സഹായങ്ങൾ ചെയ്യുകയുണ്ടായി. ഇപ്രാവശ്യവും നമ്മൾ ആവശ്യപ്പെട്ടു. നമ്മൾ അവരോട് സൂചിപ്പിച്ചതേ ഉള്ളൂ, അന്നേരത്തേക്ക് നമുക്ക് അവർ മൊബൈൽ വാങ്ങുന്നതിനുള്ള സഹായം നമുക്ക് ചെയ്തു. ഇപ്പോൾ ഇതാ നമ്മുടെ പ്രശസ്തമായ വിജയം കൈവരിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ സമ്മാനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ റീയൂണിയൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം ശരി. എല്ലാ കാര്യങ്ങളും സഹായം ചെയ്യുന്ന കാര്യം മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, നമ്മുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിരിക്കണം റീയൂണിയൻ. കാരണം അധ്യാപകരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഭാഗത്തുനിന്നോ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും പിഴവുകളോ കാര്യങ്ങളൊക്കെ ഒന്ന് ചൂണ്ടിക്കാണിക്കാനും കൂടെ അവർ തയ്യാറാണ്, അവർ ബാധ്യസ്ഥരും കൂടെയാണെന്നുള്ള കാര്യം കൂടെ ഞാൻ അവരെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന, അധ്യാപകരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ കൂടെ എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ വർഷം തന്നെ ഞങ്ങൾ നമ്മുടെ ടീച്ചേഴ്സ്, ലേഡീസ് ടീച്ചേഴ്സിന് വരാൻ പരിമിതികളുള്ളതുകൊണ്ട് അവരുടെ മുഴുവൻ പിന്തുണയോടുകൂടി ഞങ്ങൾ ഇവിടുത്തെ ജനസ്റ്റാഫ്, ഓഫീസ് സ്റ്റാഫ് അടക്കമുള്ള ജനസ്റ്റാഫുകൾ എല്ലാവരും ഞങ്ങൾ ഈ കടമ്പയിലെ പലവിധമായ മേഖലകളിൽ ഞങ്ങൾ കുട്ടികളുടെ വീടുകളിൽ പോയി അവരുടെ പഠന സൗകര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ആ കാര്യങ്ങളൊക്കെ അവിടുത്തെ പഠന കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ സഹായം എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ടീച്ചേഴ്സ് വളരെയധികം ബുദ്ധിമുട്ടി. എന്നുവെച്ചാൽ പ്രായമാകുന്നതിനനുസരിച്ച് നമുക്ക് തന്നെ അറിയാം, മൊബൈലിലൊക്കെ നോക്കുക എന്ന് പറയുന്നത് കുട്ടികളുടെ കാര്യം തന്നെ വിചാരിച്ചാൽ മതി. കുറേ നേരം മൊബൈലിൽ നോക്കിയിരുന്നാൽ കണ്ണൊക്കെ കഴിക്കും, പല്ല് കഴിക്കും. അപ്പോൾ ഇച്ചിരി പ്രായമുള്ള അധ്യാപകരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ടും അവർ വളരെയധികം ബുദ്ധിമുട്ടി കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പള്ളിയുടെ ഭാഗത്തുനിന്ന്
കഴിഞ്ഞ വർഷം കോവിഡിന്റെ കാലത്ത് കുട്ടികൾ സ്കൂളിൽ വരുന്നില്ല. അപ്പോൾ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഈ കുട്ടികളെയൊക്കെ ബാച്ചായിട്ട് വിളിച്ചു വരുത്തുകയും അവർക്ക് വേണ്ട പഠന സൗകര്യങ്ങൾ വളരെ ഭംഗിയായിട്ട്, അതായത് ഞങ്ങൾ ഇടയ്ക്ക് കൊണ്ടുമ്പോൾ ആഴ്ചയിലൊക്കെ ഒന്നൊക്കെ ഞാനൊക്കെ വരലുണ്ടായിരുന്നു. മാഷൊക്കെ എല്ലാ ദിവസവും വരും. ഞങ്ങളൊക്കെ ആഴ്ചയിലൊക്കെ ഒരു വീക്കിലൊക്കെ ആയിരുന്നു വന്നിട്ടുള്ളത്. സമയത്തൊക്കെ കുട്ടികളെ അവിടെ ഇരുത്തി ട്രെയിനിങ് കൊടുക്കുന്ന കാണാമായിരുന്നു. അപ്പോൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന്, അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിജയം കൂടിയാണ് നമ്മുടെ കുട്ടികൾക്ക് ഇന്നലെ വിജയം കരസ്ഥമാക്കിയത്. കുട്ടികളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ അവർ നന്നായിട്ട് അധ്വാനിച്ചു. അതിൽ കൂടുതൽ അധ്വാനിച്ചവർക്ക് ഈ മികച്ച വിജയം കിട്ടി. എല്ലാ കുട്ടികളും അധ്വാനിച്ചിട്ടുണ്ട്, എല്ലാ കുട്ടികളും നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കാര്യം ആലോചിച്ചാൽ മതി, എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല. പല തൊഴിൽ മേഖലയിലേക്കൊക്കെ എത്തേണ്ടവരാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വിജയം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ആ കുട്ടികളെയും ഞാനിതിൽ അഭിനന്ദിക്കുകയാണ്. ഇനി എൻ്റെ കടമയിലേക്ക് കിടക്കാം. നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ ഒരു കർത്തവ്യം ഈ ചടങ്ങിന്. നമ്മുടെ ഈ യോഗത്തിൽ പതാക ഉയർത്തുകയും അധ്യക്ഷ പ്രസംഗം നടത്തുകയും ചെയ്ത നമ്മുടെ വികാരി അച്ഛന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ സ്കൂളിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ ഹെഡ് മാസ്റ്റർ എല്ലാ കാര്യത്തിലും, സ്കൂളിൻ്റെ എല്ലാ കാര്യത്തിൻ്റെയും മുൻപന്തിയിൽ ഞങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി വരാനും, കോവിഡാണ്, പെട്രോളിൻ്റെ വിലയൊക്കെ കൂടി, സാറേ നമുക്ക് ഒരുമിച്ച് പോകാം, സാറേ ഏതായാലും വണ്ടി കൊണ്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വരുന്നു ആണ് തങ്കച്ച സാറ്. തങ്ങളുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ഇനിയും കൂടുതൽ വിജയങ്ങൾ കൈവരിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ തങ്കച്ച സാറിനും സ്കൂളിൻ്റെ നാമത്തിൽ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. യൂണിയൻ്റെ പ്രതിനിധികളുണ്ട്, സംസാരിച്ച ഷാജിയുണ്ട്, മനീഷുണ്ട്, എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ കുട്ടികൾ അവര് മികച്ച വിജയം കരസ്ഥമാക്കി A+ എല്ലാം നേടി. ഇനി അവരുടെ പഠനം ഇനിയാണ് മുമ്പോട്ട് കിടക്കുന്നത്. ശരിക്കും ഒരു 10 വർഷം പഠിച്ചു, 10ാം ക്ലാസ്സിൻ്റെ കടമ്പ കഴിഞ്ഞു. ഇനിയാണ് അവരുടെ ജീവിതത്തിലേക്കുള്ള അവരുടെ നേട്ടം നടത്തേണ്ടത്. ആ ഒരു ഓർമ്മ അവരുടെ മനസ്സിലുണ്ടാകണം. +2 ഉണ്ട്, +2 നന്നായിട്ട് പഠിക്കണം. ഡിഗ്രി തലങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവർ വളരെ കരുതലോടുകൂടി, വളരെ കൃത്യതയോടുകൂടി എല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ഒരു അവസരം ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ചടങ്ങിന് വന്ന അവർക്കും ഞാൻ നന്ദി പറയുന്നു. സ്കൂളിൻ്റെ സ്റ്റാഫ്, രക്ഷിതാവിൻ്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന പ്രിൻസ്, എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഈ ചടങ്ങ് ഇതോടുകൂടി നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.